ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ മിനി വ്ളോഗാണ്. അപ്പം നമ്മളിന്ന് കാച്ചിൽ പുഴുങ്ങാൻ പോവാണ്. നിങ്ങൾക്ക് കാണാതെ ഇവിടെ കാച്ചിൽ പുഴുങ്ങാൻ വേണ്ടി വച്ചിട്ടുണ്ട്. അമ്മ അപ്പോൾ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ കാച്ചിൽ ഇവിടെ ഇരുന്ന് സെറ്റ് ആവട്ടെ. അപ്പോൾ നമുക്ക് കാച്ചിലിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു സെറ്റ് കാന്താരി ചമ്മന്തി ഉണ്ടാക്കാം കേട്ടോ. അത് നമുക്ക് അതിനെന്തൊക്കെ വേണം നോക്കാം. അപ്പോൾ ഗായ്സ്, നമുക്ക് ചമ്മന്തിക്ക് വേണ്ടിയിട്ട് ചെറിയുള്ളിയും അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളിയും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം നല്ല അടിപൊളി കാന്താരിയും കൂടെ കാണിയിരിക്കുന്നത്. ഇത് നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ പറിച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രഷ് കുറച്ച് മുന്നേ പറിച്ച് വെച്ചതേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് വെച്ചൊരു സെറ്റ് ചമ്മന്തി അരച്ചാലോ? അപ്പോൾ ഗായ്സ്, നമ്മൾ ചമ്മന്തി ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് കാന്താരി ഇട്ട് അരച്ചുകൊണ്ട് നല്ല എരിവായിരിക്കും. അപ്പോൾ ഇച്ചിരി എരിവ് കുറയ്ക്കാനായിട്ട് നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണയും അതുപോലെ തന്നെ ഇച്ചിരി വിനാഗിരി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മളിവിടെ വെളിച്ചെണ്ണയും വിനാഗിരി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ഗായ്സ്. അപ്പോൾ നമ്മുടെ സംഭവം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് കഴിച്ചു നോക്കിയാലോ? അപ്പോൾ ഇതേ ഗൈസ്, ഞാനൊരു പീസ് എടുത്തിട്ടുണ്ട്. മന്തിയിൽ ഡിപ്പ് ചെയ്തു കഴിക്കാൻ പോണേ. അടിപൊളി, ഒന്നും പറയാനില്ല, അടിപൊളി സാധനമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.